ഡ്രൈവിംഗ് എന്നൊരു മേഖല പലപ്പോഴും വളരെ ക്രേസിയാണ്. നമുക്ക് ടൂ വീലർ മുതൽ മുകളിലേക്ക് കാറും ലോറിയും ബസ്സും ഒക്കെയുള്ള മേഖലകൾ പലപ്പോഴും പരിചിതമാണ്. വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാരും ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിൽ വലിയൊരു ഹീറോയായിരിക്കാം. പക്ഷേ ഒരിക്കലും കുട്ടികൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എങ്ങനെ എത്തിച്ചേരാമെന്നതിനെക്കുറിച്ച് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ട്രെയിൻ നാവിഗേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ ട്രെയിൻ ഓടിക്കുന്ന ട്രെയിൻ മുന്നോട്ട് ഭംഗിയായി ഡെസ്റ്റിനേഷനുകളിൽ എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റി, വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജോബും കൂടിയാണ്. കാരണം വളരെ സ്ട്രെസ്ഫുള്ളാണ്. കൃത്യമായി സിഗ്നലുകൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ വേഗത നിയന്ത്രിക്കുകയും അപകട സാധ്യതകളെ മനസാന്നിധ്യം കൊണ്ട് മറികടക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരിക്കും. പലപ്പോഴും ഒരു 10-12 മണിക്കൂർ വരെയൊക്കെ ഒരുപക്ഷെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചെന്നെത്താൻ കഴിയുന്ന പാളങ്ങളും പാളവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളും അല്ലാതെ മറ്റൊരു പുതുമകളും ഒരുപക്ഷെ കാണാൻ കഴിയാത്ത ഒരു മേഖലയും കൂടിയാണിത്. അപ്പോൾ അത്തരം സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പഠന മേഖലയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വിരസമായ ഒരു പഠന മേഖലയെന്ന് വേണമെങ്കിൽ, ഒരു തൊഴിൽ മേഖലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ വളരെ നല്ലൊരു ഏണിംഗ് കിട്ടുന്ന വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖല എന്നുകൂടി നമുക്ക് അതോടൊപ്പം വിശേഷണം ചേർക്കാനും അവസരമുണ്ട്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് ഒരാൾക്കൊരു ലോക്കോ പൈലറ്റ് ആവാൻ സാധിക്കുക? ലോക്കോ പൈലറ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. 6/6 NLN കാഴ്ചശക്തി മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കളർ വിഷൻ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മികച്ച കാഴ്ച ശേഷിയുള്ള ഒരു കുട്ടി, മികച്ച ആരോഗ്യശേഷിയുള്ള ഒരു കുട്ടി, അപ്പോൾ നല്ല രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള, മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ, മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ആദ്യം അയാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് എൻജിനീയറിംഗ് ബ്രാഞ്ചിൽ വരുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ITI എൻജിനീയറിംഗ് ബ്രാഞ്ചിൽ ഏതെടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ലോക്കോ പൈലറ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ITIക്ക് പോവുക. അത് ഫിറ്റർ ആയിക്കോട്ടെ, വെൽഡർ ആയിക്കോട്ടെ, ടർണർ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, റേഡിയോ TV മെക്കാനിക് ആയിക്കോട്ടെ, AC ആൻഡ് റെഫ്രിജറേഷൻ പഠിച്ച ഒരാളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള എൻജിനീയറിംഗ് സ്ട്രീം ആയാലും കുഴപ്പമില്ല, ITI പാസ്സായ ഒരാൾ. അതല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ പോലുള്ള എൻജിനീയറിംഗ് സ്ട്രീമിൽ പെടുന്ന ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായ ഒരാൾ, അല്ലെങ്കിൽ BTech ഇതേ മേഖലകളിൽ നിന്ന് BTech എടുത്തിട്ടുള്ള ഒരാൾക്കാണ് ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കുക. എന്തായാലും തൊഴിൽ മേഖല ITI ബേസ് ചെയ്തിട്ടുള്ള സിലബസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ മേഖല, ആ ഒരു പഠന മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. അപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് പിന്നീട് സീനിയർ ലോക്കോ പൈലറ്റ് ആകാനും, സീനിയർ ലോക്കോ പൈലറ്റിൽ നിന്ന് അയാൾക്ക് ഉയർന്ന് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഈ ഒരു ക്രൂ സൂപ്പർവൈസർ ആകാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പവർ കൺട്രോളർ ആകാനും ഒക്കെ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI എടുക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ITIക്ക് പോകാം. എങ്ങനെ വേണമെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് ആണ് ITIക്ക് ചേരാൻ കഴിയുക. +2 കഴിഞ്ഞാലും ചേരുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ITI എടുത്തതിന് ശേഷം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക്, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ലോക്കോ പൈലറ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നതിന് ശേഷം നിങ്ങൾക്ക് ആ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടണമെങ്കിൽ ഈ ഒരു മത്സര പരീക്ഷ ആദ്യം പാസ്സാവണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണിത്. അതിൻ്റെ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, കമ്പ്യൂട്ടർ CBT 2 എന്നിങ്ങനെ 2 തരത്തിൽ ടെസ്റ്റുകളുണ്ട്. ആ 2 ടെസ്റ്റുകളും ആദ്യത്തെ ടെസ്റ്റ് പാസ്സായാലേ രണ്ടാമത്തെ ടയറിലേക്ക് കടക്കാൻ പറ്റൂ. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ അഭിരുചി അളക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. ആ അഭിരുചി അളക്കുന്ന ടെസ്റ്റുകളിലേക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ലോക്കോ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്നളക്കുന്ന തരത്തിലുള്ള സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വരെ വരുന്ന ചോദ്യങ്ങളുണ്ടാവും. അവിടെ നമുക്ക് പിക്ചർ പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ടാകും. അതേപോലെ പിക്ചർ പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം, ബ്ലേർഡ് ആയിട്ടുള്ളൊരു പടം, മങ്ങിയ ഒരു പടം തന്നിട്ട് ആ പടത്തിനെക്കുറിച്ച് ഒരു കഥയുണ്ടാക്കുക,
ആ കഥയ്ക്കൊരു പാസ്റ്റ് വേണം, ഒരു ഫ്യൂച്ചർ വേണം, ഒരു പ്രസൻറ്റ് ഉണ്ടായിരിക്കണം. ഫ്യൂച്ചർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അവരുടെ ഏജ്, അതുപോലെ തന്നെ അവരുടെ സെക്സ്, ആ ക്യാരക്ടർ പോസിറ്റീവാണോ നെഗറ്റീവാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക പർട്ടിക്കുലർ ടൈമിനുള്ളിൽ. അതേപോലെ തന്നെ ട്രാക്ക് ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട്. കുറേ ട്രാക്കുകൾ തന്നിട്ട് അത് പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് എന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് ആ മെൻഷൻ ചെയ്തതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് ആ ട്രാക്ക് മാത്രമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിസിബിൾ ആക്കിയിട്ട് ആ ട്രാക്കുകൾ ഓരോന്നും എവിടേക്കുള്ളതാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ടെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള മറ്റൊരു ടെസ്റ്റ് ഇവിടെ മെമ്മറി ടെസ്റ്റാണ്. നിങ്ങളുടെ ഓർമ്മശക്തിയെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാകും. പല പല ചിത്രങ്ങൾ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോക്കലിയോ ട്രയാങ്കിളോ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നതിന് ശേഷം ആ പടങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഓരോ പടങ്ങളും ഇതെവിടെയായിരുന്നു ഇതിനു മുമ്പ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മെമ്മറി ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഉള്ള അനവധി ടെസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കൂടാതെ കളർ വിഷൻ പോലുള്ള അതൊക്കെ മെഡിക്കലിൽ വരുന്ന പാർട്ടാണ്. ഇതെല്ലാം കൂടെ പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് സെലക്ഷൻ കിട്ടുക. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ആ വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് മെഡിക്കലും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അത് നമ്മൾ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ GK പാർട്ട്, കറണ്ട് അഫയേഴ്സ് പാർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി ഉണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും, അപ്പോൾ മാത്സ് ഉണ്ടാകും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഇപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ നല്ലതുപോലെ പഠിക്കാൻ ആദ്യം ശ്രമിക്കണം. യോഗ്യത നേടിയാൽ മാത്രം പോരാ. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രികൾ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല. ആ ഡിഗ്രികളൊക്കെ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആദ്യം മനസ്സിൽ ഉറച്ചു വയ്ക്കാനും, അത്തരത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി മാത്രം കിട്ടിയ ഒരു യോഗ്യത വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ജോലിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്നും ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ അക്കാഡമിക് മികവും യോഗ്യതയും നേടുന്നതിന് പാരലായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകൾ, അതായത് ഒരു തൊഴിൽ മേഖലയിൽ കടന്നു ചെല്ലാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ആ എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ സക്സസ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ട് പാരലായിട്ട് പോകാതെ പഠിച്ചതുകൊണ്ട് മാത്രം ജോലി കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചു പഠിച്ചില്ല എങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പാരലായിട്ട് കൊണ്ടുപോകണം. പലപ്പോഴും ITIക്ക് പോകുന്ന കുട്ടികളുടെ ഒരു പൊതുധാരണ ഈ ITI എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പഠന മേഖലയാണെന്നും അത് മറ്റെങ്ങും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടും ഇച്ചിരി ഒരു ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് തള്ളാനുള്ളൊരു മേഖലയാണ് എന്നുമാണ് പലപ്പോഴും ബഹുജന സമക്ഷം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചുമുള്ള ധാരണകൾ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഏറ്റവും ടെക്നിക്കലി സ്കിൽഫുള്ളായിട്ടുള്ള, ഒരുപക്ഷെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ITI അതുപോലുള്ള ഒരു ട്രേഡ് പഠിച്ച ഒരാളെ ജൂനിയർ എഞ്ചിനീയർ എന്നാണ് വിളിക്കുക. അപ്പോൾ അത്തരത്തിൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ITI പാസ്സായ കുട്ടികളെ കാണുന്നത് പലപ്പോഴും ഏറ്റവും മോശം കുട്ടികൾക്ക് ചെന്നെത്താനുള്ളൊരു മേഖല എന്ന നിലയിലാണ്. അപ്പോൾ അതൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയല്ല എന്ന് തിരിച്ചറിയാനും ഏറ്റവും കുറവ്, അതായത് വേറൊരു രസം എന്താ വെച്ചാൽ ഈ ഒരു മേഖലയിൽ പല ITI പാസ്സായ പല തൊഴിൽ മേഖലകളിലും വളരെ കുറച്ച് മാത്രം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളൂ. ചില മേഖലകളിലൊക്കെ ഇപ്പം സർവേയർ പോലുള്ള ചില മേഖലകൾ, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ആഡ് ഓൺ ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ, സർവേയർ പോലുള്ള ചില മേഖലകളിലൊക്കെ ആവശ്യത്തിന് കുട്ടികളെ കിട്ടാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോലുള്ള മേഖലകളിലൊക്കെ ഇത്തരം കുട്ടികളെ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരെയുണ്ട്. പല സ്ഥാപനങ്ങളിലും ഇന്ന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം ITI പഠിച്ച ആൾക്കാർ കുറവാണ്, പക്ഷേ BTech പഠിച്ചവർ ധാരാളമുണ്ട്. അപ്പോൾ ഈ ഒരു എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ മേഖലയിൽ ധാരാളം ആവശ്യക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ കുട്ടികൾക്ക് അത് പഠിക്കാം. അതിനുശേഷം അവരുടെ ഉപരിപഠന സാധ്യതകളെ ഉപയോഗപ്പെടുത്താം അവർക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ലോക്കോ പൈലറ്റായിട്ട് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൽ മാനേജ്മെൻറ്റിലൊക്കെ MBA എടുക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അത് യോഗ്യതയുണ്ടെങ്കിൽ, ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് ഡിഗ്രി എടുക്കാം. ഈ ജോലി ചെയ്യുന്നതിന് പാരലായിട്ട് നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഡിഗ്രികൾ എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള MBA പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ MBA പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അതിന് ചില നിഷ്കർഷകളൊക്കെ ഉണ്ട്. മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് +2 പഠിച്ചിരിക്കണം എന്നൊക്കെ ചില നിഷ്കർഷകളൊക്കെ ഉള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എല്ലായിടത്തും അല്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെയിൽവേയിൽ തന്നെ ഇൻലാൻഡായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഹൗസ്ഡ് ആയിട്ടുള്ള നിരവധി തൊഴിൽ മേഖലകളിലേക്ക് ഉയർന്നു
പോകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പം ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആകാം, വേണം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇൻ ഹൗസ് എക്സാമിനേഷൻ പ്രൊമോഷൻ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ആകാൻ സാധിക്കും. അങ്ങനെ മാനേജർ, സ്റ്റേഷൻ മാനേജർ വരെ ആകാനോ അല്ലെ അതിന് മുകളിലേക്ക് പോകാനോ ഒക്കെയുള്ള ഡിവിഷണൽ മാനേജർ ആകാനോ ഒക്കെയുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്ത് കിട്ടുന്നുണ്ട്. അത് കരിയർ ബിൽഡിങ്ങിൻ്റെ പാർട്ടാണ്. നിങ്ങൾ എങ്ങനെ വളർന്നു പോകുന്നു. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ മനസ്സുള്ളൊരു കുട്ടിക്ക്, ITI എടുക്കുന്നൊരു കുട്ടിക്ക്, എൻജിനീയറിംഗ് ബ്രാഞ്ചിൽ ഏതിൽ നിന്ന് ITI എടുക്കുന്നൊരു കുട്ടിക്കും നല്ലൊരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഈസിയായിട്ട് അങ്ങനെ എത്തിച്ചേരാനൊന്നും സാധിക്കില്ല. പക്ഷേ നല്ല കൃത്യമായ ചിട്ടയായ തയ്യാറെടുപ്പുള്ള ഏതൊരു കുട്ടിക്കും എത്തിച്ചേരാൻ കഴിയുന്ന മികച്ചൊരു തൊഴിലവസരം തന്നെയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. വിശാലമായ രാജ്യത്ത് തന്നെയല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് നമ്മുടെ ഭാരതത്തിൻ്റേത്. ഈ ഭാരതം മുഴുവൻ ഒരുപക്ഷെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന, വിവിധ പ്രാദേശിക മേഖലകളെ പരിചയപ്പെടാൻ കഴിയുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു പഠന തൊഴിൽ മേഖല. തീർച്ചയായിട്ടും കുട്ടികൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന ഈ തൊഴിൽ മേഖല ഉപയോഗപ്പെടാവുന്നതാണ്. അത്തരത്തിലൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്.